സംസ്ഥാനതല മലയോര പട്ടയ വിവരശേഖരണത്തിന് തൃശൂരിൽ തുടക്കമായി. മലയോര പട്ടയ വിവര ശേഖരണത്തിലൂടെ സംസ്ഥാനത്ത് സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ടിക്കറ്റുമില്ല, ട്രാക്കുമില്ല. തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലായില്ല. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെയും സ്വരാജ് റൌണ്ടിലൂടെ ലൈൻ ട്രാക്ക് പാലിക്കാതെയും വാഹനങ്ങളുടെ ഓട്ടം തുടരുന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് നാളെ തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ നാരായണമംഗലത്ത് വീട്ടിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 52 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചു. 23 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മാന്നാമംഗലം വില്ലേജ് ഓഫീസിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവകാശികളായ മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. 2.5 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് 1.5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന് മുന്നിൽ വനം, റവന്യൂ വകുപ്പുകൾ സംയുക്തമായി ഇടപെട്ടപ്പോൾ അർഹതയ്ക്കുള്ള എല്ലാവർക്കും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ പുതിയ അപേക്ഷകർക്ക് അനുവാദം ലഭിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2011-16 കാലഘട്ടങ്ങളിൽ 19 പട്ടയങ്ങളാണ് നൽകിയത്. എന്നാൽ 2018-23 കാലഘട്ടത്തിൽ 2178 പട്ടയങ്ങൾ നൽകാൻ കഴിഞ്ഞത് സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹനൻ, ശ്രീവിദ്യ രാജേഷ്, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ കൌശികൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ADM T മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തന്നാൽ അത് വീതിച്ചു വിതരണം ചെയ്യുക എന്ന നടപടിക്ക് നേതൃത്വം നൽകേണ്ട സംസ്ഥാന ഗവൺമെന്റാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറേണ്ടത്. ആ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവരശേഖരണ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്. ടിക്കറ്റുമില്ല, ട്രാക്കുമില്ല. തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലായില്ല. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെയും സ്വരാജ് റൌണ്ടിലൂടെ ട്രാക്ക് പാലിക്കാതെയും ബസ്സുകളുടെ ഓട്ടം തുടരും. തൃശൂർ നഗരത്തിൽ നിന്ന് സർവീസുകൾ നടത്തുന്ന എല്ലാ ബസ്സുകളിലും മാർച്ച് 1 മുതൽ നിർബന്ധമായും യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നൽകണമെന്നും ഡ്രൈവറും കണ്ടക്ടറും കൃത്യമായും യൂണിഫോം ധരിക്കണമെന്നും ലൈസൻസ് നിർബന്ധമായും കൈവശം വെക്കണമെന്നുമായിരുന്നു തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന്റെ നിർദ്ദേശം. ഇതൊന്നും നടപ്പിലായില്ലെന്ന് മാത്രമല്ല, ടിക്കറ്റ് എന്ന അവകാശം പോലും അറിയാതെ യാത്രക്കാരുടെ ബസ് യാത്ര തുടരുകയാണ്. മറ്റ് ജില്ലകളിലെല്ലാം പതിറ്റാണ്ടുകളായി നടപ്പിലാക്കിയ ടിക്കറ്റുകൾ തൃശൂരിലെ സ്വകാര്യ ബസ്സുകളിലേക്ക് എത്താൻ മുൻപ് പറഞ്ഞ അതേ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബസ് ഉടമകളും സംഘടനകളും നിരത്തുന്നത്. സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളി സംഘടനാ ഭാരവാഹികളും പങ്കെടുത്ത ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് യോഗത്തിലെ മറ്റൊരു തീരുമാനവും നിർദ്ദേശവുമായിരുന്നു സ്വരാജ് റൌണ്ടിലൂടെയുള്ള ബസ്സുകളുടെ സഞ്ചാരപാത. അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വരാജ് റൌണ്ടിലെ 3 ട്രാക്കിൽ ഇടതുവശത്തെ 2 ട്രാക്കിലൂടെ ബസ്സുകളും വലതുവശത്തെ 1 ട്രാക്കിലൂടെ ചെറുവാഹനങ്ങളുമാണ് സഞ്ചരിക്കേണ്ടത്. നഗരത്തിൽ ബസ്സുകൾ തമ്മിലുള്ള സമയകൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ഏകീകൃത സമയമനുസരിച്ച് സർവീസ് നടത്തണമെന്നും വേഗപരിധി 30 കിലോമീറ്ററായി നിശ്ചയിച്ചെങ്കിലും ഇതും ഇപ്പോഴും പൂർണ്ണതോതിൽ പ്രാവർത്തികമായിട്ടില്ല. ബസ്സുകളുടെ മത്സര ഓട്ടവും ട്രാക്ക് മറികടന്നുള്ള ഓവർടേക്കിങ്ങും ഇതിനോടകം നിരവധി ജീവനുകളാണ് എടുത്തത്. എന്നാൽ ഈ നിർദ്ദേശം അത്ര കണ്ട് പ്രായോഗികമല്ല എന്നാണ് യാത്രക്കാരുടെയും പ്രത്യേകിച്ച് ചെറുവാഹന ഡ്രൈവർമാരുടെയും അഭിപ്രായം. കാരണം എല്ലാ ഇടറോഡുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം ഇടതുവശത്ത് ആയതിനാൽ തന്നെ ഇവിടേക്ക് തിരിയേണ്ട ചെറുവാഹനങ്ങൾ മറ്റ് 2 ട്രാക്കിലുള്ള ബസ്സുകളെ മറികടന്നു വരുന്നത് ഏറെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിഗ്നലുകൾ സ്ഥാപിച്ചും വേഗത കുറച്ചും മാത്രമേ ഇതിന് പരിഹാരം കാണാൻ ആകൂവെന്നാണ് ഇവരുടെ പക്ഷം. സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ട്രാക്കുകൾ മാത്രം ഉപയോഗിക്കണമെന്നും അനധികൃത പാർക്കിങ്ങുകൾ കർശനമായി നിരോധിച്ചുകൊണ്ടും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. TCV തൃശൂർ.
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് നാളെ തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കേബിൾ ടിവി സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന NH അൻവറിന്റെ കാസർഗോഡ് പുലിക്കുന്നിര വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത്. NH അൻവറിന്റെ പത്നി ആശ അൻവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടിയാണ് ജാഥ ക്യാപ്റ്റൻ. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ലോഹിതാക്ഷൻ, ഷുക്കൂർ കോളിക്കര, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ്, K പ്രദീപ് കുമാർ, TV മോഹനൻ, KO പ്രശാന്ത്, വിനീഷ് കുമാർ, COA കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമ, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ, താവം, കണ്ണൂർ, കൂത്തുപറമ്പ്, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിൽ കൊടിമര ജാഥയ്ക്ക് സ്വീകരണം നൽകി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൊടിമര ജാഥ കോഴിക്കോട് ബീച്ചിൽ സമാപിച്ചു. നാളെ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ പൊതുസമ്മേളനം നടക്കും. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിൽ നടക്കും. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം ചരിത്രം തിരതല്ലുന്ന അറബിക്കടലിന്റെ തിരമാലകളെ സാക്ഷി നിർത്തി മാർച്ച്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് അനധികൃത മദ്യവിൽപ്പന പിടികൂടി. എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായി അഴിച്ചുവിട്ട പ്രതി രക്ഷപ്പെട്ടു. നാരായണമംഗലം പാറക്കൽ വീട്ടിൽ നിധിനാണ് എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് രക്ഷപ്പെട്ടത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 52 കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ജില്ലയിൽ 201 കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് 36 കേന്ദ്രങ്ങളുമാണുള്ളത്. 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് 70,998 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. +1 പരീക്ഷയ്ക്ക് റെഗുലർ വിഭാഗത്തിൽ 32,639 പേരും ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 1,447 പേരും ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ 22 വിദ്യാർത്ഥികളുമടക്കം 34,108 പേരാണ് 1ാം വർഷ പരീക്ഷ എഴുതുന്നത്. 2ാം വർഷത്തിൽ റെഗുലർ വിഭാഗത്തിൽ 34,674 പേരും ഓപ്പൺ വിഭാഗത്തിൽ 2,181 പേരും ടെക്നിക്കൽ വിഭാഗത്തിൽ 55 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത് MA SM വെൺമേനാട്, സെന്റ് ആന്റണീസ് പുതുക്കാട്, തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളാണ്. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിനാണ് വില വർദ്ധിപ്പിച്ചത്. 23 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചതോടെ സിലിണ്ടറിന് 1,806 രൂപയായി. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് വില വർധനയില്ല. തുടർച്ചയായ 2ാം മാസമാണ് പാചകവാതക വില വർധന. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. ആറാട്ടോടെയാണ് കൊടിയിറങ്ങുക. പള്ളിവേട്ടയ്ക്ക് ശേഷം ക്ഷീണിതനായി പള്ളി ഉറങ്ങുന്ന ഭഗവാനെ പള്ളിക്കുറുപ്പ് ഉണർത്തലായിരുന്നു ആറാട്ട് ദിവസത്തെ ആദ്യ ചടങ്ങ്. വൈകിട്ട് 4:30 മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം പഞ്ചലോഹ തിളമ്പിലേക്ക് ആവാഹിച്ച് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഴുക്കാമണ്ഡപത്തിൽ കൊടിമരത്തിന് സമീപം കീശാന്തി ദീപാരാധന നടത്തും. തുടർന്ന് ഭഗവാൻ ആറാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളും. പഞ്ചവാദ്യം അകമ്പടിയാവും. എഴുന്നള്ളിപ്പ് രുദ്രതീർത്ഥക്കുളത്തിന്റെ വടക്ക് ഭാഗത്തെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. മേളത്തോടെ എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആറാട്ടുകടവിലെത്തും. ക്ഷേത്രം തന്ത്രിയും ഓദിക്കാന്മാരും ചേർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങി എല്ലാ പുണ്യതീർത്ഥങ്ങളെയും രുദ്രതീർത്ഥക്കുളത്തിലേക്ക് ആവാഹിച്ച് പുണ്യാഹം നടത്തും. തുടർന്ന് തിടമ്പിൽ ഇളനീർ കൊണ്ടും മഞ്ഞൾ പൊടി കൊണ്ടും അഭിഷേകം നടത്തും. തന്ത്രി നമ്പൂതിരിപ്പാട് പാപനാശിനി സൂക്തം ജപിച്ച് ഭഗവാന്റെ പഞ്ചലോഹ തിടമ്പ് മാറോട് ചേർത്ത് രുദ്രതീർത്ഥക്കുളത്തിലിറങ്ങി 3 വട്ടം മുങ്ങിക്കയറുന്നതോടെ ആറാട്ട് ചടങ്ങ് പൂർത്തിയാകും. ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവത് തിടമ്പ് ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിടയാനയുടെ പുറത്ത് കയറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് 11 ഓട്ട പ്രദക്ഷിണം നടത്തും. പ്രദക്ഷിണം പൂർത്തിയാക്കി വിശേഷവാദ്യ അകമ്പടിയോടെ തിടമ്പ് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. ഇതിനുശേഷം തന്ത്രി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയിറക്കൽ ചടങ്ങ് നടത്തും.
കിള്ളിമംഗലത്ത് കെട്ടിടത്തിൽ നിന്നും വീണ യുവാവ് മരിച്ചു. ചാലക്കുടി സ്വദേശി 26 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിന്നും കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഡോർ പോളിഷിംഗ് വർക്കിനെത്തിയ യുവാവ് ഫോൺ ചെയ്യുന്നതിനായി കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികൾ സതീഷിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീണ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കർണാടക അതിർത്തിയിൽ നിയന്ത്രണം വിട്ട ട്രക്ക് ഡിവൈഡറിലിടിച്ച് പാലക്കൽ പാലിശ്ശേരി സ്വദേശിയടക്കം 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. പാലിശ്ശേരി ശെരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിന് സമീപം തൃശൂർ പ്രഭ ഡിജിറ്റൽ ഫ്ലക്സ് സെന്റർ ഉടമ വടക്കേ മേപ്പുള്ളി പ്രഭാകരൻ മകൻ പ്രജിത്ത്, നെന്മാറ കുടലൂർ സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് പാലിശ്ശേരിയിലെ വീട്ടിൽ നിന്ന് പ്രജിത്തും ഉണ്ണികൃഷ്ണനും തൊഴിലാളികളുമായി ബോർഡ് സ്ഥാപിക്കുന്നതിനായി ട്രക്കിൽ പൂനെയിലേക്ക് പോയത്. കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിൽ വെച്ച് വ്യാഴാഴ്ചയാണ് അപകടം. ട്രക്കിന്റെ മുൻഭാഗത്താണ് പ്രജിത്തും ഉണ്ണികൃഷ്ണനും ഇരുന്നിരുന്നത്. അപകടത്തിൽപ്പെട്ടവരെ സമീപ പ്രദേശത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പ്രജിത്തിന്റെയും ഉണ്ണികൃഷ്ണന്റെയും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത ചാലക്കുടിയിൽ കരിങ്കൽ കയറ്റി വന്നിരുന്ന ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചു നിന്നു. ആളപായമില്ല. രാവിലെയാണ് സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കൊരട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് വീട്ടുകാരനും വിരുന്നുകാരനും തമ്മിലുള്ള തർക്കം അടിപിടിയിൽ കലാശിച്ചു. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. അഴീക്കോട് സുനാമി കോളനിയിൽ താമസിക്കുന്ന റാഫിക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഇവരോടൊപ്പം താമസിക്കാനെത്തിയ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്ന ഷാഹുൽ ഹമീദ് എന്നയാളാണ് റാഫിയെ തലക്കടിച്ചത്. സാരമായി പരിക്കേറ്റ റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാഹുൽ ഹമീദിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണം ഞായറാഴ്ച. പ്രതിരോധ പ്രവർത്തനങ്ങളോടെ നിസ്സഹകരണം പാടില്ലെന്ന് ആരോഗ്യവകുപ്പ്. പോളിയോ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഊർജിത പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയിരിക്കുന്നത്. തുള്ളിമരുന്ന് വിതരണത്തിനായി ജില്ലയിൽ 2050 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 1831 ഇതരദേശ തൊഴിലാളികളുടെ കുട്ടികൾക്കും ആദിവാസി മേഖലയിലെ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകും. കൂടാതെ ജില്ലയിലെത്തുന്ന യാത്രക്കാരായ കുട്ടികൾക്കും മരുന്ന് നൽകാൻ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച മരുന്ന് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്ന കുട്ടികൾക്ക് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി മരുന്ന് നൽകും. അതേസമയം മരുന്ന് സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നവരും ജില്ലയിലുണ്ട്. ചാവക്കാട് ബ്ലോക്കാണ് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ മേഖലയിലെ 480 കുട്ടികൾ ഒരു വാക്സിനേഷനും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മേഖലയിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും മറ്റും സംഘടിപ്പിച്ചു. ഇത് ഫലപ്രദമാണെന്ന് കണ്ടതോടെ ഇനിയും മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ, IMA തൃശൂർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പവൻ മധുസൂദനൻ, റോട്ടറി ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് സെക്രട്ടറി മനോജ് പുഷ്കരൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തൃശൂർ പറവട്ടാനയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർ മരിച്ചു. ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത്. മൃതദേഹങ്ങൾ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പീച്ചി ഭാഗത്തു നിന്ന് വന്ന ബസ്സും തൃശൂരിൽ നിന്ന് മണ്ണുത്തി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ വടക്കേക്കാട് കപ്ലയങ്ങാട് ദേവീക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കം സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മലബാർ ദേവസ്വം ബോർഡിനെതിരെ കപ്ലയങ്ങാട് ദേവീക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി M ദിവാകരനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സ്വകാര്യ ക്ഷേത്രമാണ് കപ്ലയങ്ങാട് ദേവീക്ഷേത്രമെന്ന് മാനേജിംഗ് ട്രസ്റ്റിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PN രവീന്ദ്രനും അഭിഭാഷകൻ PS സുധീറും സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ക്ഷേത്രത്തിന്റെ അവകാശം സംബന്ധിച്ച കേസ് സിവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, SV ഭട്ടി എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് സ്റ്റേ ചെയ്തു. കേസിലെ എതിർ കക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു.
പടിയൂർ കാട്ടൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ എടത്തിരിഞ്ഞി കാട്ടൂർ റോഡ് നവീകരിക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. പടിയൂർ പഞ്ചായത്തിലെ ചെട്ടിയാൽ മുതൽ കാട്ടൂർ പഞ്ചായത്തിലെ പോംബെ സെന്റ് മേരീസ് സ്കൂളിന് മുന്നിൽ അവസാനിക്കുന്ന 5.5 കിലോമീറ്റർ ദൂരമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം നവീകരിക്കുക. സാങ്കേതിക അനുമതി ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത്, കൂലി കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PT ജോസഫ്, സുമന സുഗതൻ, ES സുരേഷ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് ആഘോഷിക്കുന്നു. കീഴ്പുള്ളിക്കര, മൂത്തേടത്തറ, താന്യം, കിഴക്കുമുറി, വടക്കുമുറി, ചാഴൂർ, കുറുമ്പിലാവ്, ആലപ്പാട്, പുള്ള്, പുറത്തൂർ എന്നീ 7 ദേശങ്ങളിൽ നിന്നുള്ള പൂരമെഴുന്നള്ളിപ്പുകൾ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുക. രാവിലെ വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം എന്നിവ നടന്നു. ശിവേലി എഴുന്നള്ളിപ്പിന് പൂനാരി ഉണ്ണികൃഷ്ണൻ പഞ്ചാരിമേളമൊരുക്കി. ഉച്ചതിരിഞ്ഞ് 7 ദേശങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. വൈകിട്ട് 6:30 ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 101 കലാകാരന്മാരെ അണിനിരത്തി പനങ്ങാട്ടിരി മോഹനന്മാരാർ ഒരുക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. തുടർന്ന് 7 ദേശങ്ങൾ സംയുക്തമായി നടത്തുന്ന കരിമരുന്ന് പ്രയോഗം നടക്കും. നാളെ രാവിലെ 6-ന് പകൽപൂരം, ആറാട്ടും കൊടിയിറക്കലും ആറാട്ട് കഞ്ഞി വിതരണവും നടക്കും. വടക്കാഞ്ചേരിയിലെ റെയിൽവേ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനം KGOA സംസ്ഥാന കമ്മിറ്റി അംഗം PM ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അൻസാർ അഹമ്മദ് KA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിഷ M. ദാസ്, ഡോക്ടർ അബ്ദുൾ ഷെരീഫ്, അനൂപ് PA, സാൻഡോ സെബാസ്റ്റ്യൻ, നിഖിൽ രാജ് എന്നിവർ സംസാരിച്ചു. കോൾപ്പാടങ്ങളിൽ വെള്ളം കുറഞ്ഞതോടെ തിരുത്തിക്കാട് ബണ്ടിൽ ശേഖരിച്ച വെള്ളം തുറന്നുവിട്ടു തുടങ്ങി. പോർക്കളം വെട്ടിക്കടവ് മുതൽ പെങ്ങാമുക്ക് വരെയുള്ള കോൾപ്പടവുകൾക്ക് ഇതോടെ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കും. ജനുവരിയിലാണ് തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നിറച്ചത്. 100 ഏക്കർ പാടത്ത് 3 മീറ്ററോളം ഉയരത്തിൽ വെള്ളം ശേഖരിച്ചു. ബണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ ശുദ്ധജലക്ഷാമത്തിനും പരിഹാരമായിരുന്നു. തൃശൂരിൽ സംഘടിപ്പിച്ച അതിവർഷത്തിൽ ജനിച്ചവരുടെ ജന്മദിനാഘോഷം ദേശീയ റെക്കോർഡിലേക്ക്. അപൂർവമായ ജന്മദിനാഘോഷത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 102 പേർ പങ്കാളികളായി. തൃശൂർ കേന്ദ്രീകരിച്ച് ഷാജി റാഫേൽ തുടക്കമിട്ട ഫെബ്രുവരി 29-ന് ജനിച്ചവരുടെ കൂട്ടായ്മയുടെ ജന്മദിനാഘോഷമാണ് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ നാഷണൽ റെക്കോർഡ് നേടിയത്. ലാർജസ്റ്റ് ഗാദറിംഗ് ഓഫ് പീപ്പിൾ ബോൺ ഓൺ ഫെബ്രുവരി 29 ലീപ് ഡേ എന്ന വിഭാഗത്തിലാണ് റെക്കോർഡ് നേട്ടം. റെക്കോർഡ് അറ്റംപ്റ്റിന്റെ ഭാഗമായി നടത്തിയ ജന്മദിനാഘോഷം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ലീപ് ഇയർ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാജി റാഫേൽ അധ്യക്ഷനായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ്, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗിന്നസ് സത്താർ ആദൂർ റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. ടാലന്റ് റെക്കോർഡ് ബുക്ക് പ്രതിനിധികളായ രക്ഷിത ജയൻ, ഡോക്ടർ വിന്നർ, ലിൻസി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് മന്ത്രി K. രാജനും വിശിഷ്ടാതിഥികളും ചേർന്ന് റെക്കോർഡ് വിതരണം ചെയ്തു. ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേരിൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി റെക്കോർഡ് അറ്റംപ്റ്റ് സംഘടിപ്പിച്ച ഷാജി റാഫേലിന് വേറിട്ട് നിൽക്കുന്ന സംഘാടന മികവിനുള്ള റെക്കോർഡും ലഭിച്ചു. ലീപ് ഇയർ ഫ്രണ്ട്സ് ഭാരവാഹികളായ ഷാജി റാഫേൽ, KS മുരളീധരൻ, ബെറ്റ്സി ഫ്രാൻസിസ്, ഡെവിസ് താണിക്കൽ, ജിജോ പോൾ എന്നിവരെയും മാധ്യമപ്രവർത്തകൻ ബൈജു ദേവസിയെയും മന്ത്രി K. രാജൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവരിൽ ലീപ് ഇയറിൽ ജനിച്ച ഏക ഇരട്ടകളായ ആലാബ്, നൂബുര എന്നിവരുടെ കുടുംബത്തിന് സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ ആവശ്യമായ സഹായം നൽകുമെന്ന് ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ അറിയിച്ചു. 2020 ജനിച്ച് 2024 ആദ്യ ജന്മദിനം ആഘോഷിക്കുന്ന 6 കുരുന്നുകൾ ഉണ്ടായിരുന്നു. 1952 ജനിച്ച അഞ്ചേരി സ്വദേശി ഡേവിസാണ് 102 പേരിൽ ഏറ്റവും മുതിർന്നയാൾ. TCV തൃശൂർ. വേനൽ കനത്തതോടെ തോടുകൾ വറ്റിയതോടെ കാട്ടകാമ്പൽ പാറക്കുഴി കോൾപ്പടവിൽ പുഞ്ച് കൃഷിക്ക് വെള്ളം കിട്ടാതെ കർഷകർ വലയുന്നു. വൈകി കൃഷി ഇറക്കിയ പടവിൽ നെല്ലിന് 80 ദിവസമാകുന്നതേയുള്ളൂ. 1 മാസം കൂടി കൃത്യമായി വെള്ളം ലഭിച്ചാൽ മാത്രമേ മികച്ച വിളവ് കിട്ടുകയുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു. തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടപ്പോൾ ലഭിച്ച വെള്ളം മാത്രമാണ് ഇപ്പോൾ ഏക ആശ്വാസം. 100 അടി തോടിന്റെ ആഴം കുറഞ്ഞതുമൂലം തോട്ടിൽ കൂടുതൽ വെള്ളം ശേഖരിക്കാൻ കഴിയുന്നുമില്ല. കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം.
കലൂർ നായരങ്ങാടിയിൽ പുതിയ കെ സ്റ്റോർ ആരംഭിച്ചു. കെ രാമചന്ദ്രൻ MLA കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, താലൂക്ക് സപ്ലൈ ഓഫീസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള BJP നാട്ടിക നിയോജകമണ്ഡലം ഓഫീസ് തൃപ്രയാറിൽ തുറന്നു. BDJS സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, BDJS മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് എന്നിവർ സംസാരിച്ചു. BJP സവർണ പ്രമാണിമാരുടെ പാർട്ടിയാണെന്നും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു പിന്നോക്കക്കാരെ അടിച്ചമർത്തുകയാണെന്നും ധീവര ഐക്യവേദി സംസ്ഥാന കൺവീനർ സ്വാമി ബാലകൃഷ്ണാനന്ദ് തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോപണം. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിലുള്ള മറ്റൊരു പാർട്ടികൾക്കും രജിസ്ട്രേഷൻ പോലുമില്ലാത്ത അവസ്ഥയാണ്. അതേസമയം പിന്നോക്ക സമുദായങ്ങളുടെ രജിസ്ട്രേഷനും ജനപങ്കാളിത്തവുമുള്ള നിരവധി പാർട്ടികളുണ്ടായിട്ടും അവയെ മുന്നണിയിൽ ചേർക്കാതെ BJP അകറ്റി നിർത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യയ്ക്ക് ഗവർണർ പോലുള്ള പദവി നൽകി കുടുംബത്തോട് BJP നീതി പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിവർഷത്തിൽ ജനിച്ച കുരുന്നുകൾക്ക് മധുരവുമായ അതിവർഷത്തിലെ കാരണവരെത്തി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഫെബ്രുവരി 29 ജനിച്ച കുഞ്ഞോമനകൾക്ക് ആശംസകളും മധുരവുമായാണ് ലീപ് ഇയറിൽ ജനിച്ചവരുടെ കൂട്ടായ്മയായ ലീപ് ഇയർ ഫ്രണ്ട്സ് ഭാരവാഹികൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ എത്തിയത്. 6 കുരുന്നുകളാണ് ഫെബ്രുവരി 29 ജനിച്ചത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ, CEO ഡോക്ടർ ബെന്നി ജോസഫ്, ഡിയോൾ ബെറ്റി, ലീപ് ഇയർ സംസ്ഥാന പ്രസിഡന്റ് ഷാജി റാഫേൽ, ഭാരവാഹികളായ KS മുരളീധരൻ, ബെറ്റ്സി ഫ്രാൻസിസ്, AA ഡേവിസ് എന്നിവർ സംസാരിച്ചു. സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സെറീന ഗിൽവാസ് ലീപ് ഇയർ കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നു. 2024 മിസ് ഏഷ്യ ബിക്കിനി ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടമെന്ന അപൂർവ നേട്ടവുമായി തൃശൂർ സ്വദേശിനി AS സാന്ദ്ര. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന 12ഓളം മത്സരങ്ങളിൽ വിവിധ ഇനങ്ങളിലായി 20ഓളം ട്രോഫികൾ സ്വന്തമാക്കിയെന്ന അപൂർവ നേട്ടത്തിനുടമയാണ് സാന്ദ്രയെന്ന മിടുക്കി. തൃശൂർ പെരിഞ്ചേരി സ്വദേശി അരിയിരിഞ്ഞ് വീട്ടിൽ സാബു ചിത്ര ദമ്പതികളുടെ ഏക മകളാണ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിലെ ബിക്കിനി കാറ്റഗറിയിൽ മിസ് ഏഷ്യ ഓവറോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു വനിത ബിക്കിനിയിൽ ചാമ്പ്യൻ പട്ടം നേടുന്നത്. ഇക്കഴിഞ്ഞ 24 ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക മത്സരാർത്ഥിയായിരുന്നു സാന്ദ്ര. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മിസ് തൃശൂർ, മിസ് കേരള 2 പ്രാവശ്യം, മിസ് മലബാർ, മിസ് സൗത്ത് ഇന്ത്യ, മിസ് ഇന്ത്യ എന്നീ ചാമ്പ്യൻ പട്ടങ്ങളും സാന്ദ്ര കരസ്ഥമാക്കിയിട്ടുണ്ട്. 3 വർഷമായി പരിശീലനം നടത്തുന്ന സാന്ദ്ര മത്സര രംഗത്ത് ഇറങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഇതിനിടയിലാണ് കഠിനാധ്വാനത്തിലൂടെ സാന്ദ്ര ഈ അപൂർവ നേട്ടങ്ങൾ കൈവരിച്ചത്. ദിവസവും രാവിലെ 3 മണിക്കൂറാണ് സാന്ദ്ര ജിമ്മിൽ പോയി വർക്കൌട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ കോച്ചായ ഉല്ലൂർ സ്വദേശി വിജിൽ പീറ്ററാണ് സാന്ദ്രയുടെ കോച്ച്. മുക്കാട്ടുകര സ്വദേശി ബിജോ ബെന്നിയാണ് ട്രെയിനർ. മറ്റ് മത്സര വിഭാഗങ്ങളെ അപേക്ഷിച്ച് ബിക്കിനി വളരെയേറെ ബുദ്ധിമുട്ടേറിയതാണെന്ന് പരിശീലകർ പറയുന്നു. ബിക്കിനി ചാമ്പ്യൻഷിപ്പ് മത്സരം വളരെ കഠിനമായിരുന്നുവെന്നും നല്ല ഫോമിലുള്ള ഒരുപാട് അത്ലറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും സാന്ദ്ര പറഞ്ഞു. ആക്ച്വലി ഞാനൊരു 3 വർഷമായി പേ ഫീൽഡിൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 ഇയറൊക്കെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഓൾമോസ്റ്റ് ഒരു 12 കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തു. അതിലൊരു 8-9 ലൈക്ക് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മിസ് തൃശ്ശൂരാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മിസ് മലബാർ ചെയ്തു, പിന്നെ മിസ് കേരള, മിസ് സൗത്ത് ഇന്ത്യ, മിസ് ഇന്ത്യ, പിന്നെ ലാസ്റ്റാണ് മിസ് ഏഷ്യ ചെയ്തത്. മത്സരം കുറച്ചിത്തിരി ടൈറ്റായിരുന്നു. ലൈക്ക് കുറേ അത്ലറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര്, അത്യാവശ്യം നല്ല ഫോമുള്ള ഒരുപാട് അത്ലറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ലൈക്ക് നമുക്ക് അത് കിട്ടാനുള്ളൊരു ലക്ക് ഉണ്ടാവുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഞാൻ ഇനിയിപ്പോൾ ഒരു വലിയൊരു കോമ്പറ്റീഷൻ എയിം ചെയ്യുന്നുണ്ട്, അതിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം. പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് സാന്ദ്ര സമ്മാനിച്ചതെന്നും നല്ല രീതിയിൽ ഇനിയും പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്നും ട്രെയിനർ ബിജോ ബെന്നി പറഞ്ഞു. ആക്ച്വലി ഞാനുള്ള സെക്കൻഡ് കോച്ചാണ്. ശരിക്കും ഞങ്ങളുടെ കോച്ച് പറഞ്ഞത് വിജിൽ പീറ്ററാണ്. ആൾ ഇൻ്റർനാഷണൽ കോച്ചാണ്. മൂപ്പരാണ് ഞങ്ങൾക്ക് എല്ലാ ഗൈഡൻസും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. ഞാൻ ട്രെയിനിങ്ങും കാര്യങ്ങളും ഞാൻ അവളൊപ്പം നിന്ന് ചെയ്യിക്കുന്നു. ട്രെയിനിങ്ങും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ എല്ലാം നല്ല രീതിക്ക് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എല്ലാം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നല്ല രീതിയിൽ എല്ലാത്തിലും ഫസ്റ്റ് വന്ന് ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. വണ്ണം കുറയ്ക്കാൻ ജിമ്മിൽ പോയി തുടങ്ങിയ സാന്ദ്ര ഓരോരോ നേട്ടങ്ങൾ കൊയ്ത് പിന്നീട് ഏഷ്യൻ ചാമ്പ്യനായി മാറുകയായിരുന്നു.
മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആദ്യം വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മാതാപിതാക്കളുടെയും ഇളയ സഹോദരൻ അശ്വിൻ അടക്കമുള്ളവരുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു. അമേച്വർ ഒളിമ്പ്യ ലക്ഷ്യമിട്ട് സാന്ദ്ര പരിശീലനം തുടങ്ങിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ സ്പോൺസറെ തേടുകയാണ്. തൃശൂർ. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ബാച്ചിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൈപ്പമംഗലം SHO M ഷാജഹാൻ കാഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. മതിലകം SHO K നൌഫൽ മികവ് പുലർത്തിയവർക്ക് സമ്മാനദാനം നടത്തി. മികച്ച പ്ലാറ്റൂണുകളായി HSS പലങ്ങാട് ബോയ്സും മതിലകം സെന്റ് ജോസഫ് ഗേൾസും തിരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, PTA പ്രസിഡന്റുമാർ, മാനേജർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രയത്നത്തിന്റെ ഫലമായി അതിന്റെ അന്തിമഘട്ടത്തിൽ ഒരു മനോഹരമായ പാസിംഗ് ഔട്ട് പരേഡ്. ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടകര പോലീസ് ASI ജ്യോതി ലക്ഷ്മി എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, SMC ചെയർമാൻ AG സതീഷ്, ഹെഡ് മിസ്റ്റേഴ്സ് MK ഡെയ്നി എന്നിവർ സംസാരിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി മങ്ങാട് RCC LP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് ഓർമ്മമരം നൽകി മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ക്ലാസ് നയിച്ചു. 2022-24 വർഷത്തെ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തളിക്കുളം GVHSS ഗ്രൗണ്ടിൽ നടന്നു. 132 കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സച്ചിത, വൈസ് പ്രസിഡന്റ് PK അനിത, വലപ്പാട് SI K സലീം എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിന്റെ 124 വാർഷികം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചതായി MLA പറഞ്ഞു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ സമ്മാനദാനം നടത്തി. മികച്ച ബാലനടനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ഡാവിഞ്ചി സന്തോഷിനെ ആദരിച്ചു. പ്രതിസന്ധികളെയും ആശങ്കകളെയും അതിജീവിച്ച് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ പ്രതീക്ഷയുടെ കൊയ്ത്തുത്സവം നടന്നു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി സെക്രട്ടറി ഹരിദാസ് മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. പടവ് കമ്മിറ്റി അംഗങ്ങളായ PA ഹാരിസ് ഹാജി, ബിജോയ് പെരുമാട്ടിൽ, രവീന്ദ്രൻ അപ്പാട്ട്, PM കുഞ്ഞുബാബു ഹാജി, ഷൈല VA, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പമംഗലം RCUP സ്കൂൾ വാർഷികം ഫാദർ സിജോ ഇരുമ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു തോമസ്, PTA പ്രസിഡന്റ് PK ദിനേശ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, ക്യൂൻ മേരി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മേരീസ്, MC രാജൻ എന്നിവർ സംസാരിച്ചു. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കാനുമായിട്ടുള്ള അവരുടെ ഒരു വലിയ സന്തോഷമുണ്ട്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. CSIR മുൻ ശാസ്ത്രജ്ഞനും കേരള അക്കാദമി ഓഫ് സയൻസസ് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ രഘു KG ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമിള അധ്യക്ഷത വഹിച്ചു. കുസാറ്റ് ബയോടെക്നോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോമോൻ സെബാസ്റ്റ്യൻ, കോഴിക്കോട് ഫാറൂഖ് കോളേജ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് യൂസഫ്, കൊച്ചി NBFGR പ്രതിനിധി ഡോക്ടർ ആരതി ധർമ്മരത്നം എന്നിവർ ക്ലാസ് നയിച്ചു. I'm sure if it was before 20 years, നമ്മുടെ പോപ്പുലേഷൻ ഒരു 25% നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യക്ഷമാണ്. ആത്മഹത്യക്കെതിരെ തെരുവ് നാടകം അവതരിപ്പിച്ച് മൂർക്കനാട് സെന്റ് ആനീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കരുവന്നൂപ്പുഴയിൽ നിരന്തരം ആത്മഹത്യകൾ നടക്കുന്ന സാഹചര്യത്തിൽ യുവാക്കൾ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്നേഹ സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സ്കൂൾ മാനേജർ ഫാദർ പോളി പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട SI സുധാകരൻ ആത്മഹത്യക്കെതിരെ സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമോൻ, PTA പ്രസിഡന്റ് MM സുഭാഷ്, UH ഷാജഹാൻ, അധ്യാപകരായ ഫാദർ റിൻഡോ കൊടിയൻ, ബിന്ദു തോമസ്, ജോസഫ് റോൾവിൻ തുടങ്ങിയവരുടെ
നേതൃത്വത്തിൽ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. കരുവന്തല സെന്റ് മേരീസ് LP സ്കൂളിൽ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ നടത്തി. പൂർവ്വ വിദ്യാർത്ഥിനിയായ ഡോക്ടർ മോളി ഫ്രാൻസിസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജംഷീന അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക K. മേരി, മദർ PTA പ്രസിഡന്റ് P. ജിസ്മി, അധ്യാപകരായ MF സിനി, നിവ്യ ആന്റണി എന്നിവർ സംസാരിച്ചു. വ്യത്യസ്തമാർന്ന ലഘു പരീക്ഷണങ്ങളുടെ പ്രകടനം അവതരിപ്പിച്ച സെമിനാർ കുട്ടികൾക്ക് കൗതുകകരമായി. മുല്ലശ്ശേരി മധുക്കരയിൽ നിർമ്മിച്ച പാലക്കൽ ക്ഷേത്രം റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, KP ആലി തുടങ്ങിയവർ പങ്കെടുത്തു. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ ജന്മദിനം സാമൂഹ്യ പ്രവർത്തക ദിനമായി ആചരിച്ചു. KPCC വിചാർ വിഭാഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KG ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി PV രാജു അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ പുതൂർക്കര, LC റാഫേൽ, ലൂസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. രാമു കാര്യാട്ട ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക JK സിനിമാസിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവം തിരനോട്ടത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. സംവിധായകൻ TK വാസുദേവൻ പ്രകാശനം നിർവഹിച്ചു. സംവിധായകൻ ഷൈജു അന്തിക്കാട് പോസ്റ്റർ ഏറ്റുവാങ്ങി. മോജിത മോഹൻ അധ്യക്ഷത വഹിച്ചു. ശൈലേഷ് ദിവാകരൻ, ID രഞ്ജിത്ത്, സലീം ഇമേജ്, രഞ്ജിത്ത് പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാമു കാര്യാട്ട ഫിലിം സൊസൈറ്റിയുടെ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ ഭാഗമായി പാവറട്ടി പഞ്ചായത്തിൽ ഹരിതമിത്രം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹരിതമിത്രം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ തൃശൂർ DBCLCയിൽ ശാസ്ത്ര സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും BRC തലത്തിൽ സയൻസ് പ്രൊജക്ട്, സയൻസ് ക്വിസ് എന്നിവയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ 54 വിദ്യാർത്ഥികളാണ് 2 ദിവസത്തെ സഹവാസ ക്യാമ്പിൽ പങ്കെടുത്തത്. ഡെപ്യൂട്ടി മേയർ ML റോസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ KR ജനാർദ്ദനൻ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ E ശശിധരൻ, CP ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനതല മലയോര പട്ടയ വിവരശേഖരണത്തിന് തൃശൂരിൽ തുടക്കമായി. മലയോര പട്ടയ വിവരശേഖരണത്തിലൂടെ സംസ്ഥാനത്ത് സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ടിക്കറ്റുമില്ല, ട്രാക്കുമില്ല. തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലായില്ല. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെയും സ്വരാജ് റൌണ്ടിലൂടെ ലൈൻ ട്രാക്ക് പാലിക്കാതെയും വാഹനങ്ങളുടെ ഓട്ടം തുടരും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് നാളെ തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ നാരായണമംഗലത്ത് വീട്ടിൽ അനധികൃതമായ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 52 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായി അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. SLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചക വാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചു. 23 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.